രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രത്യേക അന്വേഷണ സംഘം അടൂരിലും തെരച്ചിൽ നടത്തി. സുഹൃത്ത് ഫെനി നൈനാന്റെ വീട്ടിലാണ് അന്വേഷണ സംഘം എത്തിയത്. പോലീസ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഫെനി അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയാണ് ഫെനി. എസ് നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിനായി SITയുടെ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ അതിനിടയിലാണ് അടൂരിലും ഈ പരിശോധന നടക്കുന്നത്. ഇതെന്താണ് ഫെനിയുടെ പ്രശ്നം? എന്താണ്? അമൃത, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഹുലിന്റെ സന്തത സഹചാരിയും അതോടൊപ്പം ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ് ഫെനി നൈനാൻ. നിലവിൽ അടൂർ നഗരസഭയിലെ 8ാം വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ്, UDFന്റെ സ്ഥാനാർത്ഥി കൂടിയാണ് ഫെനി. ഇന്ന് വൈകുന്നേരം പ്രചരണത്തിനായി വീട്ടിൽ നിന്ന് പോയ സമയമാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ തേടി ഫെനിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയം അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അമ്മ അറിയിച്ചിരുന്ന ഫെനി വീട്ടിലെത്തുകയും ഫെനിയോട് പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുമെന്നാണ് ഫെനി പറയുന്നത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് മാറിയ ശേഷം ഫെനി അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം ഏറെ നേരം തുടർന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ എത്തി പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അദ്ദേഹത്തെ പ്രതിഷേധത്തിൽ നിന്ന് പിൻവലിച്ചു. ഏതായാലും നിലവിൽ അടൂരിൽ തന്നെയാണ് പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അടൂരിൽ തന്നെയാണ് രാഹുലിന്റെ വീടും ഉള്ളത്. ഏതായാലും ഫെനിയുടെ വീടിന്റെ പരിസരത്തും പോലീസ് നിരീക്ഷണം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഫെനിയുടെ വീട്ടിലേക്ക് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ഫെനിയുടെ വീട്ടിലേക്ക് വീണ്ടും പോലീസ് എത്തിയാൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അമൃത. ശരി, എസ് നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.